ഹായ് ഇറ്റ്സ് മീ ഷൈലിയാസ് ഫ്രം കുഡ് ഡിസൈൻ. അപ്പോൾ ഇന്ന് പുതിയൊരു കളക്ഷനാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൽവാർ സെറ്റാണെന്ന് കാണിക്കാനായിട്ട്. പക്ഷേ പാർട്ടി വെയറും നമ്മൾ അധികം അങ്ങനെ തന്നെയാണ്. പാർട്ടി വെയറും അതുപോലെ തന്നെ നോർമൽ യൂസേജും നടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ. നോർമലി നമ്മൾ പാർട്ടി വെയർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹെവി വർക്ക്, അതാകുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷന് മാത്രം ഇടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫംഗ്ഷൻ വരണം അതൊന്ന് യൂസ് ചെയ്യണമെങ്കിൽ. പക്ഷേ ഇത് പറഞ്ഞാൽ നമുക്ക് ഏത് ഒക്കേഷനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സൂപ്പർ മെറ്റീരിയലും ആണ്, അടിപൊളി റൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നത് ഏത് കളറാണോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യുക. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിംഗ് പോലെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നും കണ്ടു തുടങ്ങാം. മൊത്തത്തിൽ 8 കളേഴ്സ് ആണ് ഉള്ളത്. മെറ്റീരിയൽ നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ ആയിട്ട്, ശരിക്കും മസ്ലിൻ മെറ്റീരിയൽ ആണ്. മസ്ലിൻ എന്ന് പറയുമ്പോൾ സോഫ്റ്റ് മസ്ലിൻ ആണ് കേട്ടോ, പ്യുവർ മസ്ലിൻ ആണ്. അതിനൊരു സിൽക്കി ഒരു ഫീൽ തന്നെ ഉണ്ട്. മസ്ലിൻ സിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അത്ര അങ്ങോട്ട് സിൽക്കി ഫീൽ അധികം ഭയങ്കരമായിട്ടില്ല കേട്ടോ. സോഫ്റ്റ് മസ്ലിൻ ആണ് കൂടുതൽ ടച്ച് ചെയ്യുമ്പോൾ. ശരിക്കും അതിൽ മെറ്റീരിയലിന്റെ ഡിസ്ക്രിപ്ഷനിൽ മസ്ലിൻ സിൽക്ക് എന്നാണ് വന്നിട്ടുള്ളത്. പക്ഷെ എനിക്ക് സിൽക്കിന്റെ ഒരു ഇത് തോന്നിയില്ല. പക്ഷെ ഷൈനിങ് ഉണ്ട്, മെറ്റീരിയൽ ഷൈനിങ് വരുന്നുണ്ട് കേട്ടോ. ലാവിഷ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും. നമുക്ക് ഒരു 50 ലെങ്ത് ഒക്കെ എന്തായാലും കിട്ടും. ഒരു 7XL 8XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. നോക്കി, മെറ്റീരിയലിന്റെ ടോട്ടൽ ലെങ്ത് ഇതാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഒരു എംബ്രോയിഡറി പാറ്റേണിൽ വരുന്ന അതാണ് ഫ്രണ്ട് ഏരിയ വരുന്നത് കേട്ടോ. അപ്പോൾ എംബ്രോയിഡറിയുടെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്രിന്റിങ് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ഏരിയയിൽ. പിന്നെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയർ പോർഷനിൽ ടോപ്പിൻ്റെ എൻഡ് ഏരിയയിലായിട്ട് നല്ലൊരു മസ്ലിൻ സിൽക്ക് മെറ്റീരിയലിൽ കുറച്ച് എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു വർക്ക് ഇട്ട് അതും ഇങ്ങനെ ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സെയിം വർക്കിന് സ്ലീവിൻ്റെ എൻഡിലേക്കും വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് പോർഷനാണ്, ഇത് ഫ്രണ്ട് ഏരിയ. ബാക്ക് ഏരിയ വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ്. ഇതാണ് സ്ലീവ് വരുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡ് ഏരിയയിലായിട്ട് ഇങ്ങനെ 2 സെക്ഷൻ ഉണ്ട്. നമുക്കൊരു പാകിസ്ഥാനി ടൈപ്പ് സ്ലീവ് ഒക്കെ ചെയ്യാനുള്ള അത്രയും ലേസ് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് നമുക്ക് കേട്ടോ സ്ലീവ് ഇങ്ങനെ ലൂസാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ഇത് വരുന്നുണ്ട്. അങ്ങനെ 2 പീസ് വരുന്നുണ്ട്. സൂപ്പർ പീസാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക സൈസ് ഇട്ടിട്ടും അതുപോലെ തന്നെ നല്ല ലെങ്ത്തിലും ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രണ്ട്. ഒരു മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നല്ലൊരു ഷെയ്ഡ് വന്നിട്ട് ഒരു പിസ്ത ഗ്രീനും ഒരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ അല്ലെങ്കിൽ പേസ്റ്റൽ ഗ്രീൻ അങ്ങനെ പറയാം കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. അതിലൊരു നെക്ക് ഏരിയ പറഞ്ഞല്ലോ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ട് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ്. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്നൊരു ബോട്ടാണ്. ആംഗിൾ ലെങ്ത് ഒക്കെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ദുപ്പട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ ദുപ്പട്ടയും ഇത് ഓൾറെഡി ഒരു മസ്ലിൻ മെറ്റീരിയൽ പറഞ്ഞു. മസ്ലിനിൽ ഒരു സിൽക്ക് മിക്സ് വരുന്നുണ്ട്. പക്ഷെ അത് പക്ക അങ്ങനെ മസ്ലിൻ സിൽക്ക് അല്ല, എനിക്ക് ഫീൽ ചെയ്യണില്ല. പക്ഷെ സിൽക്കിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അതിനോട് മാച്ചിങ് ആവുന്ന പ്യോർ ചിന്നോളിൽ വരുന്ന ദുപ്പട്ടയാണ്. അതിൽ 2 സൈഡ് സ്കാലപ്പ് ബോർഡേഴ്സ് ആട്ടോ. സ്കാലപ്പ് ചെയ്തിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഒരു ബോർഡറാണ് വരുന്നത്. പിന്നെ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ്സ് കേട്ടോ. ബോഡി ഓൾ ഓവർ നല്ലൊരു എന്ത് രസമാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഷെയ്ഡ്സ് കേട്ടോ. ആ ഒരു പേസ്റ്റൽ ഗ്രീനിന് നന്നായിട്ട് മാച്ച് ആവുന്ന ടൈപ്പിലുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അടിപൊളി പീസാണ്. ഒരു പാകിസ്ഥാനി ടച്ചിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ലൈറ്റാണ് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു എന്താ പറയുക ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. മെറ്റീരിയലിൻ്റെ അത് പറയുകയാണെങ്കിൽ അതിൽ എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അതിനൊരു നല്ലൊരു ഫീൽ ഉണ്ടല്ലോ മെറ്റീരിയലിൻ്റെ ഒരു നല്ലൊരു സോഫ്റ്റും അതുപോലെ നമ്മൾ ലോൺ കോട്ടനൊക്കെ പോലെ തോന്നും. പക്ഷെ അതിലൊരു സിൽക്കി ടച്ച് വരുന്നത് കേട്ടോ. മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ കേട്ടോ. ശരിക്കും മസ്ലിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് ടോപ്പിന്റെ ലെങ്ത് നോക്കിയാൽ ഇത്രയും വരുന്നുണ്ട്. ടോപ്പിൽ എനിക്ക് തോന്നുന്നു ഒരു 50+ ലെങ്ത് ഉണ്ടായിരിക്കും. ഒരു 7X ഇത്രയും സൈസ് കിട്ടും കേട്ടോ. ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സ്ലീവ് സെപ്പറേറ്റ് ആണ്. സ്ലീവിന്റെ എൻഡിലും ടോപ്പിന്റെ അതേപോലെ തന്നെ ഒരു പോർഷൻ വരുന്നുണ്ട്. മസ്ലിൻ സിൽക്കിൽ വരുന്ന ഒരു ബോർഡർ കേട്ടോ. അതിൽ ഫുൾ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ലേസാണ് വരുന്നത്. ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്. നെക്കിൻ്റെ ഏരിയ അതും എംബ്രോയിഡറി വർക്ക് അല്ല, ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം. ദുപ്പട്ട ഞാൻ പറഞ്ഞല്ലോ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് പ്യോർ ചിന്നോളിൽ വരുന്ന ദുപ്പട്ടയാണ്. സ്കാലപ്പിംഗ് ആയിട്ടുള്ള ബോർഡറാണ് 2 എൻഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നല്ലൊരു പേസ്റ്റൽ പിങ്ക് അല്ലേ, പേസ്റ്റൽ പിങ്ക് അല്ലേ, പേസ്റ്റൽ പിങ്ക് അല്ലെങ്കിൽ ഓണിയൻ പിങ്ക് എന്ന് പറയാം. ഓണിയൻ പിങ്ക് പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. അതിലേക്ക് ആഷ് കളറും ഒരു നല്ലൊരു എന്താ പറയുക ഗ്രേയും ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് വന്നത് നല്ലൊരു യെല്ലോ കളറാണ്. നല്ലൊരു എന്ത് യെല്ലോ പറയാ, ഒരു പെയിൽ യെല്ലോയുടെ ഡാർക്ക് ഷെയ്ഡ്, പെയിൽ യെല്ലോയുടെ ഡാർക്ക് ഷെയ്ഡ്.
ശരിക്കും മാംഗോ യെല്ലോ എന്ന് പറയാൻ പറ്റുമോ അത്ര? പക്ഷെ നമ്മുടെ വീഡിയോയിൽ ചിലപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യട്ടെ. നോർമലി യെല്ലോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് വീഡിയോസ് കാണുമ്പോൾ. അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ അല്ല. ഓക്കെ, പിന്നെ ലെങ്ത് പറഞ്ഞല്ലോ നമുക്ക് ലാവിഷ് ആയിട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട്. പിന്നെ പാകിസ്ഥാനി സ്റ്റൈലിൽ ഉള്ളൊരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം ലെങ്ത് ഇട്ട് ചെയ്യായിരിക്കും അതിൻ്റെ ഒരു ഭംഗി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ടോപ്പ് കുറച്ച് ലെങ്ത്തിൽ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ നീറ്റ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് 50+ ഉണ്ടായിരിക്കും ലെങ്ത്ത്. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിൻ്റെ താഴ്ഭാഗത്തുള്ള സെയിം വർക്ക് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ടുള്ളത്. നമുക്ക് ലൂസ് പാറ്റേണിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പിന്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. അതും ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ഒരു ബോട്ടാണ്. ആംഗിൾ ലെങ്ത് പറ്റിയൊരു ബോട്ടാണ് കേട്ടോ. പിന്നെ പ്യോർ ചിനോണിൽ വരുന്ന ദുപ്പട്ട, 2 സൈഡ് സ്കാലപ്ഡ് ബോർഡർ ഉണ്ട്. യെല്ലോയിൽ നല്ല പിങ്ക് കളർ, അതുപോലെ തന്നെ പീച്ച് കളറും ഗ്രീനും ഒക്കെ മിക്സിങ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ആ ഒരു താഴത്തെ ആ ഒരു ലേസ് പാറ്റേൺ, അതുപോലെ തന്നെ സ്ലീവിൻ്റെ ആ ഒരു എൻഡിങ് സെയിം ആ ഒരു ടോപ്പിൻ്റെ താഴത്തെ അതേപോലെ തന്നെ ചെയ്തതും ദുപ്പട്ടയുടെ മെറ്റീരിയലും ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു എക്വാ ബ്ലൂ കളറിൽ. എക്വാ ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കിങ് ഫിഷറിൻ്റെ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ബോർഡർ ഏരിയ ഒക്കെ കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. ഒരു പേസ്റ്റൽ ബ്ലൂ, ഐസ് ബ്ലൂ എന്ന് പറയാം. ഐസ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്. ഐസ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് നല്ലൊരു ടോപ്പാണ്. ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ലെങ്ത് ആയ കാരണം ടോപ്പ് നല്ല ലെങ്ത് വരുന്നുണ്ട്. നമുക്ക് ലെങ്ത് ഒരു 50+ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക സൈസും വരുന്നതാണ് കേട്ടോ. സൈസും വരുന്നുണ്ട്. താഴ്ഭാഗത്തെ വർക്ക് നോക്കി ആ ലേസിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു എന്താ പറയുക ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതിങ്ങനെ അറ്റാച്ച് ഇങ്ങനെ ഒരു ഹാങ്ങിങ് പാറ്റേണിലാണ്. ജസ്റ്റ് ഒരു സ്റ്റിച്ച് വെച്ച് മാത്രമാണ് ആ ലേസ് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കൂടാണ്ട് താഴേക്കൊരു എന്താ പറയുക ഒരു മസ്ലിൻ സിൽക്കിൽ വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്കും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നല്ലൊരു ഐസ് ബ്ലൂവിൽ വരുന്ന ടോപ്പ് വരുന്നത്. ടോപ്പിന് താഴെയുള്ള സെയിം വർക്ക് സ്ലീവിലേക്ക് വരുന്നുണ്ട്. പിന്നെ ദുപ്പട്ട വരുന്നത് പ്യോർ ചിനോണിൽ വരുന്ന ദുപ്പട്ട, 2 സൈഡ് സ്കാലപ്ഡ് ബോർഡർ കേട്ടോ. അതിലേക്ക് ഐസ് ബ്ലൂവിലേക്ക് കണ്ട അതിന് മാച്ചിങ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. വയലറ്റും പിങ്കും ഒക്കെ മിക്സിങ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സൂപ്പർ ഒരു പീസാണ്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒരു നോർമൽ വെയർ ആയിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ നല്ല മെറ്റീരിയലാണ്. അടുത്ത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. ഈ മൾട്ടി കളേർഡ് ഫ്ലവേഴ്സ് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി. അതും ഇങ്ങനത്തെ എന്താ പറയുക കളർ കോമ്പിനേഷൻസിൽ വരുമ്പോൾ. അടുത്തത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. അതിലേക്ക് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ്. ഓക്കെ, 50 ഒക്കെ പ്ലസ് ലെങ്ത് നമുക്ക് കിട്ടും. സോഫ്റ്റ് ആയിട്ടുള്ള പ്യോർ മസ്ലിൻ സിൽക്കിൽ വരുന്ന ടോപ്പാണ് വരുന്നത്. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ 50+ ഉണ്ടായിരിക്കും. ഇതിൻ്റെ താഴ്ഭാഗത്ത് ആ ബോർഡർ ഉണ്ടോ, അടിപൊളി ബോർഡറാണ് കേട്ടോ. നല്ല ഡീപ്പ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. സ്ലീവിൻ്റെ ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ലീവിലേക്കും സെയിം വർക്ക് തന്നെ വരുന്നുണ്ട്. നമുക്കൊരു പാകിസ്ഥാനി സ്റ്റൈലിൽ പറഞ്ഞല്ലോ, നമുക്കൊരു കുറച്ച് ലൂസ് പാറ്റേണിലൊക്കെ സ്ലീവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്ന സ്ലീവാണ് കേട്ടോ. അങ്ങനത്തെ ചെയ്യാനായിട്ട് പറ്റുന്ന മെറ്റീരിയലാണ്. ഡീപ്പ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത്. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം. അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ചിനോൺ ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയൊക്കെ അത്യാവശ്യം നല്ല സൈസൊക്കെ ഉള്ളതാണ്. എന്ത് രസമാണ് കളേഴ്സ് കാണാനായിട്ട്. ബ്ലാക്കിൽ അടിപൊളി കളേഴ്സ്. എത്ര കളേഴ്സ് എന്ന് പറയുന്നുണ്ട്. യെല്ലോ ഉണ്ട്, വയലറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, പീച്ച് ഉണ്ട്. മിക്സിങ് ആയിട്ടുള്ള അടിപൊളി ഒരു പീസ് കേട്ടോ. ഇതിൻ്റെ സ്കാലപ്പ് ഫിനിഷ് ചെയ്തുള്ള ആ ഒരു ബോർഡർ എന്നുള്ളത് ശരിക്കും ഒരു ബ്ലാക്കും അതുപോലെ തന്നെ സെറിയും വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ത്രെഡും ഗോൾഡൻ സെറിയും വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ സ്കാലപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ള ബോർഡറാണ് വരുന്നത് ദുപ്പട്ടയിൽ കേട്ടോ. അടുത്ത ഷെയ്ഡ് വരുന്നത് ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഊരാൻ മനസ്സിൽ ഇതിലേക്ക് നല്ല മാച്ച് ഉണ്ട്, അവിടെ ഊരുന്നില്ല. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ലാവൻഡർ കളറിൽ വരുന്നതാണ്. ലാവൻഡർ ഷെയ്ഡിൽ ഇതിലെ കവറാണ് കൂടുതൽ. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ഏത് ഹൈറ്റ് ലെവലിലുള്ള ആൾക്കും ചെയ്യാൻ പറ്റുന്ന അത്രയും മെറ്റീരിയൽ ഇതിലുണ്ടായിരിക്കും. ഞാൻ എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ടോപ്പിൻ്റെ ലെങ്ത്ത് സാധാരണ 50+ എന്നൊക്കെ അല്ലേ പറയാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 52-53 ഒക്കെ ലെങ്ത് വരെ ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും. പിന്നെന്താ അത്യാവശ്യം സൈസാണ്. ഒരു 8XL വരെയൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഫുൾ മെറ്റീരിയൽ ഫ്രണ്ടിലേക്കുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ടോപ്പിൻ്റെ സെയിം ഇതിൻ്റെ ഫിനിഷിങ് നോക്കിയാൽ താഴ്ഭാഗത്ത് സ്കാലപ്പിങ് വരുന്നുണ്ട്. പിന്നെ ഒരു ലേസ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റിച്ച് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ കൊടുക്കട്ടെ. ഞാനിങ്ങനെ കൊടുത്തിട്ടുള്ളത്. താഴേക്ക് എനിക്ക് ലേസ് ലൈനിങ് കൊടുത്തിട്ടില്ല. ഇതുവരെ ലൈനിങ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെങ്ത്ത്
നല്ല അത്യാവശ്യം ലാവിഷ് ആയിട്ട് ചെയ്യാൻ പറ്റും. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്നൊരു ബോട്ടമാണ്. ദുപ്പട്ട പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഷൈനിങ് ആണ്. ഇത് നോക്കിയൊക്കെ ഷൈനിങ് അതിൽ എഫക്റ്റ് അറിയുന്നുണ്ടോ? ചിനോൺ ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ്. അതിൽ 2 സൈഡ് സ്കാലപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ള ബോർഡർ ആണ് വരുന്നത് കേട്ടോ. ഒരു നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നത്. ട്രാൻസ്പെറന്റ് അല്ല കേട്ടോ, അത് കൂടെ പറയണല്ലോ. ട്രാൻസ്പെറന്റ് അല്ല ദുപ്പട്ട, കുറച്ച് തിക്കാണ്. പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ചിന്നോൺ ആണ് കേട്ടോ. നോർമലി ചിന്നോൺ കുറച്ച് തിന്നായിരിക്കും, ഇത് പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ളതാണ്. ഇത് ട്രാൻസ്പെറന്റ് അല്ല, നോക്കിയാൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഇതാണ് വരുന്നത്. ഞാൻ ഇട്ടുണ്ടല്ലോ ട്രാൻസ്പെറന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് വൈറ്റ് ആണ് പിന്നെയും ഒന്നും കൂടെ, കാരണം നമ്മൾ മുടി ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡായ കാരണം അതിൽ നിന്ന് അറിയുന്നത്. വേറെ കളേഴ്സ് അത്ര വിസിബിൾ അല്ല, ട്രാൻസ്പെറന്റ് അല്ല കേട്ടോ. നെക്സ്റ്റ് ചെയ്തത് പറയുന്നത് ഒരു ഐവറി ഷെയ്ഡിൽ വരുന്നതാണ്. ഐവറി കളറിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള, അതിൽ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് പിങ്ക് കളറിലുള്ള ഫ്ലവറാണ് കേട്ടോ. മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. നെക്കിന്റെ ഏരിയ നല്ലൊരു സൂപ്പർ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു നെക്ക് വരുന്നുണ്ട്. താഴ്ഭാഗത്തേക്ക് ടോപ്പിന് താഴേക്കാണ് ഇതിൽ പ്രിന്റ് വരുന്നത്. അതും പിങ്ക് കളർ ഗ്രീൻ കളറൊക്കെ മിക്സിംഗ് ആയിട്ടുള്ളത്. ടോപ്പിന്റെ ഏരിയയിലായിട്ട് ഇതേപോലൊരു സ്കാലപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക ലേസ് വരുന്നുണ്ട്. എക്സ്ട്രാ ഒരു ബോർഡർ ഫോമിൽ മസ്ലിനിൽ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബോർഡറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം വർക്ക് തന്നെയാണ് സ്ലീവ് ഏരിയയിലേക്കും വരുന്നത്. സ്ലീവിന്റെ ഏരിയയിലേക്കും സെയിം വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം. ദുപ്പട്ട പ്രീമിയം ക്വാളിറ്റി ചിനോൺ ഷിഫോൺ. അതിലും കളേഴ്സിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ, ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആണ്. ഒരു ഐവറി ഷെയ്ഡിലേക്ക് ഈ കളേഴ്സ് ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആണല്ലോ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രേ കളർ, ഒരു ആഷ് കളറിൽ വരുന്ന ആഷ് ഷെയ്ഡിൽ വരുന്നൊരു ഇതാണ്. അതിലേക്ക് ആഷും പീച്ചും ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിന്റ് കേട്ടോ. അപ്പോൾ ആഷ് കളർ രസമുണ്ട് കേട്ടോ. നോർമലി ആഷ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ഡൾ ഫീൽ വരുന്നതാണ്. ആഷ് കളറിൽ വരുന്ന ടോപ്പ് വരുന്നത് നമുക്ക് 53 ഒക്കെ ഉണ്ടായിരിക്കും ലെങ്ത്ത്. പിന്നെ എന്താ നെക്കിൻ്റെ ഏരിയയിൽ ഒരു ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണിത്. താഴത്തെ ഒരു ബോർഡർ വരുന്നത് കുറച്ച് നല്ലൊരു എന്താ ഫിനിഷിംഗ് ആണ്. സെറി വർക്ക് വരുന്നത്. ഇതിൽ സീക്വൻസ് ഹൈലൈറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. സീക്വൻസിന് ഹൈലൈറ്റ് കൂടെ ചെയ്തിട്ടാണ് ആ താഴ്ഭാഗത്തെ ബോർഡർ. സെയിം ബോർഡർ തന്നെ സ്ലീവിൻ്റെ എൻഡിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദുപ്പട്ടയുടെ ആ ഒരു ഫീല് മനസ്സിലാക്കാൻ ദുപ്പട്ട അതെങ്ങനെയാണ് വരുന്നത്. അടിയിലേക്കായിട്ടൊരു സ്കാലപ്പ് ഫിനിഷ് വരുന്നുണ്ട്. അത് അടിയിലേക്കല്ല, രണ്ട് ടോപ്പിൻ്റെ ദുപ്പട്ടയുടെ രണ്ട് എൻഡിലായിട്ടാണ്. നമ്മൾ ഫേസിലേക്ക് ഇടുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ ഏരിയയിലായിട്ടാണ് ഇത് വരുന്നത്. ബോർഡർ വരുന്നത് നല്ലൊരു ആഷ് കളറിലേക്ക് പീച്ച് കളറൊക്കെ മിക്സിങ് ആയിട്ടുള്ളൊരു പ്രിന്റാണ് വരുന്നത് കേട്ടോ. അപ്പം അത്രയും 8 പീസസ് ആണുള്ളത്, 8 കളേഴ്സും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. ഒക്കെ നല്ല അടിപൊളി കളറുകളാണ്. ബ്ലാക്കും ഐവറിയും കളേഴ്സുകൾ ശരിക്കും ഡാർക്കും ഉണ്ട്, ഒരു പേസ്റ്റൽ ഷെയ്ഡും ബ്രൈറ്റ് കളേഴ്സൊക്കെ മിക്സിംഗ് ആയിട്ടുള്ളത് കേട്ടോ. ഒരു പ്രത്യേക കളർ മാത്രമല്ല. അപ്പോൾ ഇഷ്ടമായ പീസ് പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതിലേക്ക് ബൈ.